അങ്ങനെ ശാപഗ്രസ്തരായിട്ടുള്ള ദേവന്മാർ അഗ്നി ദേവനെ മുൻനിർത്തി ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് ചെന്നു. തങ്ങളുടെ ഈ ഐശ്വര്യമില്ലായ്മയ്ക്ക് ഒരു പരിഹാരം വേണം എന്നാഗ്രഹിച്ചുകൊണ്ട് ചെന്നു. അങ്ങനെ തുടർന്ന് എന്താണ് നടന്നത് എന്നാണ് പറയുന്നത്. ദേവന്മാർ ബ്രഹ്മാവിനോട് നടന്നതെല്ലാം യഥാവിധി ഉണർത്തിച്ചു. അത് കേട്ട ബ്രഹ്മാവ് ദേവന്മാർക്ക് ഇപ്രകാരം മറുപടി നൽകി. ദേവന്മാർ ചെന്നു ബ്രഹ്മാവിനോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പം അത് കേട്ട അതെല്ലാം ബ്രഹ്മാവ് ക്ഷമയോടെ കേട്ടു. അതിനുശേഷം ബ്രഹ്മാവ് അതിനുള്ളൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തു. എന്താണ് നിങ്ങളുടെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം എന്നുള്ളത് ബ്രഹ്മാവ് പറഞ്ഞു. അല്ലയോ ബ്രഹ്മോവാച, ബ്രഹ്മാവ് പറഞ്ഞു, അല്ലയോ ദേവന്മാരെ, നിങ്ങൾ പരാപരേശനും അസുരന്മാരെ ഹനിക്കുന്നവനും സ്വയം അഹേതുവും ഉത്പത്തി സ്ഥിതി നാശം എന്നിവയ്ക്ക് ഹേതുവും ആയവനും പ്രജാപതിയുടെയും പതിയും അനന്തനും ആരാലും പരാജയപ്പെടാത്തവനും ജഗത്തിന് കാരണഭൂതങ്ങളും ജനനമില്ലാത്തവയും ആയ പ്രധാനം പുരുഷൻ എന്നിവയ്ക്ക് കാരണമായവനും അഭയം തേടി വരുന്നവരുടെ സങ്കടങ്ങളെ ഇല്ലാതാക്കുന്നവനും ആയ ആ വിഷ്ണുവിനെ ശരണം പ്രാപിക്കുക. അവിടുന്ന് നിങ്ങൾക്ക് ശ്രേയസ്സിനെ പ്രദാനം ചെയ്യും. ബ്രഹ്മാവ് പറഞ്ഞു, ഒരു വഴിയേ ഉള്ളൂ ഇതിന്. ഈശ്വരനെ ശരണം പ്രാപിക്കുക, മഹാവിഷ്ണുവിനെ ശരണം പ്രാപിക്കുക. മഹാവിഷ്ണു ഏത് സ്വരൂപത്തോടു കൂടിയവനാണ് എന്നുള്ളതാണ് ഈ നീണ്ട വിശേഷണങ്ങളിലൂടെ പറഞ്ഞത്. പരാപരേശനും, പരത്തിൻ്റെയും അപരത്തിൻ്റെയുമായിട്ടുള്ള പരം അപരം എന്നീ ലോകങ്ങളുടെ ഈശ്വരനും, അസുരന്മാരെ ഹനിക്കുന്നവനും അസുരന്മാരെ ഇല്ലാതാക്കുന്നവനും, സ്വയം അഹേതുവും ഉത്പത്തി സ്ഥിതി നാശം എന്നിവയ്ക്ക് ഹേതുവും ആയവനും. ഉത്പത്തി സ്ഥിതി നാശം ഇതാണ് ഈ ലോകത്തിൻ്റെ സ്വഭാവം. അതിന് ഹേതു ഭഗവാൻ മഹാവിഷ്ണുവാണ്. പക്ഷെ ഭഗവാൻ മഹാവിഷ്ണുവിന് പ്രത്യേകിച്ച് ഹേതു ഒന്നുമില്ല, കാരണമില്ല, അകാരണനാണ്, ഹേതു ഇല്ല. ഭഗവാൻ ആണ് എല്ലാത്തിനും കാരണം. പക്ഷെ ഭഗവാന് സ്വയം പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഭഗവാൻ നിത്യനാണ്, എല്ലായ്പ്പോഴും ഉള്ളതാണ്. ഭഗവാൻ ഒന്നിൽ നിന്നും ഉണ്ടായവനല്ല, പക്ഷെ ഭഗവാനാണ് എല്ലാത്തിൽ നിന്നും ഭഗവാനിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. ഈ ലോകത്ത് നമ്മൾ കാണുന്ന ഉൽപ്പത്തി സ്ഥിതി നാശം എന്നിവയ്ക്ക് കാരണം ഭഗവാനാണ്. പക്ഷെ സ്വയം ഭഗവാൻ അകാരണനാണ്. പ്രജാപതിയുടെ പതിയും, ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും പ്രജകൾ എന്ന് പറയാം. ആ പ്രജകളുടെ പതി ആയിട്ട് ഒരു ദേവസമൂഹമുണ്ട്, പ്രജാപതികൾ എന്നാണ് അതിനെ പറയാം. ആ പ്രജാപതിയുടെ പതിയും അനന്തനും, അന്തമില്ലാത്തവനും, ആദിയില്ലാതുകൊണ്ട് അന്തവുമില്ല, അനന്തനാണ്. ആരാലും പരാജയപ്പെടാത്തവനും. ആരാലും പരാജയപ്പെടാത്തവൻ എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ തനിക്ക് യോഗ്യനായിട്ടുള്ളൊരു പ്രതിയോഗി ഉണ്ടായിരിക്കണം. ഭഗവാൻ മാത്രമേ ഈ ലോകത്തുള്ളൂ. അതുകൊണ്ട് ഭഗവാനെ പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല, ആരുമില്ല പരാജയപ്പെടുത്താൻ. അങ്ങനെയുള്ളവനും ജഗത്തിന് കാരണഭൂതങ്ങളും ജനനം ഇല്ലാത്തവയും ആയ പ്രധാനം പുരുഷൻ എന്നിവയ്ക്ക് കാരണമായവൻ. ഈ ജഗത്തിന്, ഈ കാണുന്ന ലോകത്തിന് കാരണം ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. പ്രധാനം പുരുഷൻ. പ്രധാനം എന്ന് പറഞ്ഞാൽ പ്രകൃതി പുരുഷൻ. അതാണ് ഈ ജഗത്തിന് കാരണം. പ്രകൃതി എന്ന് പറഞ്ഞാൽ ദൃശ്യപ്രപഞ്ചം, പുരുഷൻ എന്ന് പറഞ്ഞാൽ ദ്രഷ്ടാവ്. നമ്മൾ ഓരോരുത്തരും ദ്രഷ്ടാക്കളാണ്, നമ്മൾ കാണുന്നതാണ്. നമ്മൾ കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന, പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കുന്ന, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ട് അറിയുകയും പഞ്ചകർമ്മേന്ദ്രിയം കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈ ലോകം, ആ ലോകത്തിന് കാരണം പ്രകൃതിയും പുരുഷനുമാണ്. അത് ജനനമില്ലാത്തതാണ്. അത് ഭഗവാന്റെ തന്നെ ഭാഗമായതുകൊണ്ട് അതിന് ആദിയില്ല, ജനനമില്ല. അതുകൊണ്ട് അതിന് മരണവുമില്ല. എപ്പോഴും സബ്ജക്റ്റും ഒബ്ജക്റ്റും ഉണ്ടായിരിക്കും. സബ്ജക്റ്റ് ആൻഡ് ഒബ്ജക്റ്റ് ഇല്ലാത്ത ഒരു അവസ്ഥ ഇല്ല. ഈ സബ്ജക്റ്റിനും ഒബ്ജക്റ്റിനും, സബ്ജക്റ്റ് എന്ന് പറയുന്നത് പുരുഷൻ, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രകൃതി, ഈ സബ്ജക്റ്റും ഒബ്ജക്റ്റുമാണ് ഈ പ്രപഞ്ചം, ഈ ജഗത്തിന് കാരണമായിട്ടുള്ളത്. ആ സബ്ജക്റ്റിനും ഒബ്ജക്റ്റിനും കാരണമായിട്ടുള്ളത് സാക്ഷാൽ ഭഗവാനാണ്. അങ്ങനെയുള്ള ഭഗവാനും
അഭയം തേടി വരുന്നവരുടെ സങ്കടങ്ങളെ ഇല്ലാതാക്കുന്നവനും. ഭഗവാന്റെ കാൽക്കീഴിൽ അഭയം തേടി വന്നാൽ അതോടുകൂടി ആ തേടി വരുന്നവരുടെ സങ്കടം ഇല്ലാതാവും. അങ്ങനെ ഇല്ലാതാക്കുന്നവനും ആയ ആ വിഷ്ണുവിനെ ശരണം പ്രാപിക്കുക. ഇത്രയും വിശേഷണങ്ങൾ പറഞ്ഞു. പരമമായിട്ടുള്ള ഭഗവാന്റെ രൂപത്തെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള ഈ വിഷ്ണുവിനെ ശരണം പ്രാപിക്കുക. അതാണ് നിങ്ങളുടെ ഈ അനൈശ്വര്യത്തിന് ഉള്ള ഒരേ ഒരു പരിഹാരം. വിഷ്ണുവിനെ ശരണം പ്രാപിക്കുക. അവിടുന്ന് നിങ്ങൾക്ക് ശ്രേയസ്സിനെ പ്രദാനം ചെയ്യും. ആ ഭഗവാൻ നിങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാക്കിത്തരും. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഉണ്ടാക്കിത്തരും. ബ്രഹ്മാവ് ദേവന്മാരോട് ഇപ്രകാരം പറഞ്ഞ ശേഷം അവരോടൊപ്പം പാൽക്കടലിൻ്റെ ഉത്തരതീരത്തേക്ക് ഗമിച്ചു. അപ്പം ഭഗവാനെ ശരണം പ്രാപിക്കുക. അപ്പോൾ ഭഗവാനെ ശരണം പ്രാപിക്കണം എന്നുണ്ടെങ്കിൽ ഭഗവാനെ അറിയണ്ടേ, ഭഗവാനെ കാണണ്ടേ. അപ്പോൾ ഭഗവാനെ കാണുവാൻ വേണ്ടി പാൽക്കടലിൻ്റെ ഉത്തരതീരത്തിൽ, പാൽക്കടലിലാണ് സാക്ഷാൽ നാരായണൻ, ശ്രീമൻ നാരായണൻ ശയനം ചെയ്യുന്നത്. ആ പാൽക്കടലിൻ്റെ ഉത്തരതീരത്തിലേക്ക് ഗമിച്ചു മഹാവിഷ്ണുവിനെ ദർശിക്കാൻ വേണ്ടിയിട്ട്. ഇപ്രകാരം സർവ്വദേവന്മാരോടും കൂടി ആ പാൽക്കടൽ തീരത്ത് എത്തപ്പെട്ട ബ്രഹ്മാവ് ഇഷ്ടങ്ങളായ വാക്കുകളെ കൊണ്ട് പരാപരപതിയായിട്ടുള്ള ഹരിയെ സന്തോഷിപ്പിച്ചു. അങ്ങനെ ബ്രഹ്മാവ് മുന്നിൽ നിന്നുകൊണ്ട് ദേവന്മാർ പിന്നിൽ നിന്നുകൊണ്ട് അങ്ങനെ ബ്രഹ്മാവ് ദേവന്മാരെ കൂട്ടി പാൽക്കടലിലേക്കെത്തി. ആ പാൽക്കടലിലെത്തിയിട്ട് അവിടെ വെച്ച് ആ പാൽക്കടലിൻ്റെ ആ തീരത്ത് വെച്ചിട്ട് പരാപരപതിയായിട്ടുള്ള ഹരിയെ സന്തോഷിപ്പിച്ചു എന്ന് പറഞ്ഞാൽ സ്തുതിച്ചു. അവിടെ എത്തി ഹരിയെ, സാക്ഷാൽ നാരായണനെ, വിഷ്ണുവിനെ സ്തുതിക്കാൻ തുടങ്ങി. അപ്പോൾ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ബ്രഹ്മാവിൻ്റെ സ്തുതിയാണ്. ബ്രഹ്മാവ് സാക്ഷാൽ അരൂപിയായിട്ടുള്ള നാരായണൻ, നിത്യനായിട്ടുള്ള, നേരത്തെ പറഞ്ഞ പരത്തിൻ്റെയും അപരത്തിൻ്റെയും അപര ലോകങ്ങളുടെ പതിയായിട്ടുള്ള ആ നാരായണനെ, ആ ഹരിയെ സ്തുതിക്കുന്നതാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. സ്തുതി ആയതുകൊണ്ട് നമുക്ക് ആ ശ്ലോകം കൂടെ ചൊല്ലിയിട്ട് അർത്ഥം പറയാം. ബ്രഹ്മോവാച. ബ്രഹ്മാവ് സ്തുതിക്കാൻ തുടങ്ങി. നമാമി സർവേശം അനന്തം അജം അവ്യയം ലോകധാമധരാധാരം അപ്രകാശം അഭേദിനം. ഇത് ഭഗവാന്റെ പരമമായിട്ടുള്ള അവസ്ഥയെ സ്തുതിക്കുന്നതാണ്. സർവമായിരിക്കുന്നവനും സർവത്തിനും ഈശ്വരനായിരിക്കുന്നവനും അനന്തനും അജനും അവ്യയനും ലോകങ്ങൾ എല്ലാം നിലനിൽക്കുന്നവനും ഭൂമിയുടെ ആധാരമായവനും അപ്രകാശനും അഭേദ്യനുമായ ആ ഭഗവാനെ ഞാൻ നമിക്കുന്നു. സർവമായിരിക്കുന്നവരും ഈ കാണുന്ന എല്ലാം ആയിരിക്കുന്നത് ആരോ അത് ഭഗവാനാണ്. അങ്ങനെ എല്ലാം ആയിരിക്കുന്നവനും സർവത്തിനും ഈശ്വരനായിരിക്കുന്നവനും ഈ എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ, അതാണ് ഈശ്വരൻ. എല്ലാത്തിനും ഈശ്വരനായിരിക്കുന്നവനും അനന്തനും, അന്തമില്ലാത്തവനും, ആദിയും അന്തവും ഇല്ലാത്തവൻ, അതാണ് അനന്തൻ. അജനും, അജൻ എന്ന് പറഞ്ഞാൽ ജനിക്കാത്തവൻ. അനന്തനും അജനും. അനന്തം എന്ന് പറഞ്ഞാൽ അന്തമില്ലാത്തത്, അജൻ എന്ന് പറഞ്ഞാൽ ജനിക്കാത്തവൻ, ആദിയില്ലാത്തവൻ. അവ്യയനും, അവ്യയൻ എന്ന് പറഞ്ഞാൽ രണ്ടായി മാറാത്തവൻ, എല്ലാം കൂടി ഒന്നിച്ചായി നിൽക്കുന്നവൻ. സർവം എന്നുള്ളതിൻ്റെ വേറൊരു പേരാണ് അവ്യയം. നമ്മൾ കാണുന്ന ലോകം ഒക്കെ ഭേദതലത്തിൽ നിൽക്കുന്നതാണ്. നമ്മൾ പലതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം, ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അവ്യയമാണ്. പാർട്ടിക്കിൾസ് ആയിട്ടല്ല കാണുന്നത്, മുഴുവൻ ഒന്ന് താൻ തന്നെയായിട്ടാണ് ഭഗവാൻ കാണുന്നത്. അതുകൊണ്ട് അവ്യയനും ലോകങ്ങൾ എല്ലാം നിലനിൽക്കുന്നവനും. ഈ കാണുന്ന എല്ലാ ലോകവും ഇനി നമ്മളറിയാത്ത ഏതെങ്കിലും ലോകങ്ങളുണ്ടോ
ആ ലോകങ്ങൾ മുഴുവൻ എന്തിലാണോ നിലനിൽക്കുന്നത് ആ ഭഗവാൻ. അങ്ങനെ ആ എല്ലാം നിലനിൽക്കുന്നവനും, ലോകങ്ങളെല്ലാം നിലനിൽക്കുന്നവനും, ഭൂമിയുടെ ആധാരമായവനും, ഈ നമ്മൾ കാണുന്ന ഭൂമിക്ക് ആധാരമായിരിക്കുന്നവനും, അപ്രകാശനും, രഹസ്യ സ്വരൂപത്തോടു കൂടിയിരിക്കുന്നത്, പ്രകാശിക്കുന്നവനല്ല. നമ്മൾ ഈ ലോകത്തെ കാണുമ്പോൾ നമ്മൾ ലോകമാണ് കാണുന്നത്. നമ്മളുടെ കൂട്ടുകാരെ കാണുന്നു, നമ്മൾക്ക് ചുറ്റുമുള്ള സംഭവങ്ങൾ കാണുന്നു, ഇതൊക്കെയാണ് കാണുന്നത്. നമ്മൾ ഈശ്വരനെ അല്ല കാണുന്നത്. കാരണം ഈശ്വരൻ അപ്രകാശനാണ്. ഈശ്വരൻ പ്രകാശിക്കുന്നതല്ല. ഈശ്വരൻ വളരെ സെലക്റ്റഡ് ഫ്യൂ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ സ്വയം പ്രകാശിപ്പിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ അപ്രകാശനും അഭേദ്യനും. ഒരു കാരണവശാലും ഭഗവാനെ രണ്ടാക്കാൻ സാധിക്കില്ല, ഭേദിക്കാൻ സാധിക്കില്ല. ഒന്നിച്ചറിയാമെങ്കിൽ അറിയാം, ഭേദിച്ചറിയാൻ സാധിക്കില്ല. ആയ ആ ഭഗവാനെ ഞാൻ നമിക്കുന്നു. ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഒരു സ്തുതിയാണിത്. ഇപ്പം ബ്രഹ്മാവ് തുടർന്ന് പറയാണ്: നാരായണം അണീയാംസം അശേഷാണാം അണീയസാം സമസ്താനാം ഗരിഷ്ഠം ച ഭൂരാദീനാം ഗരീയസാം. അണുക്കളിൽ വെച്ച് ഏറ്റവും അണുവും, ഭൂരാദികൾ തുടങ്ങി മറ്റെല്ലാ വലിയ വസ്തുക്കളെക്കാൾ വലുതുമായ നാരായണന് നമസ്കാരം. ഏറ്റവും ചെറിയ ഒരു വസ്തു, അതിനേക്കാൾ ചെറിയവനായവനും, ഏറ്റവും വലിയ വസ്തു, ഈ ലോകം മുഴുവൻ അടങ്ങിയിട്ടുള്ള ഏറ്റവും വലിയ വസ്തു, അതിനേക്കാൾ വലിയവനായവനും ആയിട്ടുള്ള നാരായണന് നമസ്കാരം. യത്ര സർവം യതഃ സർവം ഉത്പന്നം മത്പുരസ്സരം സർവഭൂതശ്ച യോ ദേവ പരാണാമപിയ പര. എവിടെ നിന്നാണോ ഞാൻ തുടങ്ങി എല്ലാ വസ്തുക്കളും നിലനിൽക്കുന്നത്, ഏതിൽ നിന്നാണോ എല്ലാ വസ്തുക്കളും ഉൽപ്പന്നമായത്, എല്ലാ ഭൂതങ്ങളുമായും പരമായതിനെല്ലാം പരമായതുമായ ആ ദേവനെ ഞാൻ പ്രണമിക്കുന്നു. എവിടെയാണോ ഞാൻ തുടങ്ങി എല്ലാ വസ്തുക്കളും നിലനിൽക്കുന്നത്, ഇത് നമ്മൾ ഓരോരുത്തരും ഞാൻ എന്ന് പറയുന്ന ബോധത്തോടു കൂടി, ഇത് ഞാനാണ് ചൊല്ലുന്നത് എന്നുള്ള ബോധത്തോടു കൂടി വായിച്ചാൽ ഇത് കുറച്ചും കൂടെ മനസ്സിലാവും. എവിടെയാണോ ഞാൻ തുടങ്ങി എല്ലാ വസ്തുക്കളും നിലനിൽക്കുന്നത്, ഞാൻ തുടങ്ങി ഞാൻ കാണപ്പെടുന്ന, ഞാൻ അനുഭവിക്കുന്ന ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും എന്തിലാണോ നിലനിൽക്കുന്നത്, ഏതിൽ നിന്നാണോ എല്ലാ വസ്തുക്കളും ഉത്പന്നമായത്, എവിടെ നിന്നാണോ ഇതൊക്കെ വന്നത്, ഈ കാണുന്ന ലോകം മുഴുവൻ വന്നത്, എല്ലാ ഭൂതങ്ങളുമായും ഭവിക്കപ്പെട്ട എല്ലാം ആയും അതിന് പരമായതിനെല്ലാം, ഈ നമ്മൾ കാണുന്ന ഭവിക്കപ്പെട്ടതായിട്ടുള്ള വിഷയങ്ങൾ, ഇനി നമ്മൾ കാണാൻ സാധിക്കാത്ത ഇതിന് പരമായിട്ടുള്ള വിഷയങ്ങൾ അതുമുണ്ട് ലോകത്ത്. നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്ന വിഷയങ്ങളാണ് ഭൂതങ്ങൾ എന്ന് നമുക്ക് പറയുന്നത്. ആ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പരമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടാകാം. അങ്ങനെ വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതിനും പരമായ ആ ദേവനെ ഞാൻ പ്രണമിക്കുന്നു. പരസ്മാത് പുരുഷാത് പരമാത്മസ്വരൂപദൃക് യോഗിഭിശ്ചിന്യതേ യോസൗ മുക്തിഹേതോർ മുമുക്ഷുഭിഃ. പരമായ ആ പുരുഷനേക്കാൾ പരനായവനും, പരമാത്മസ്വരൂപത്തെ ധരിച്ചവനും, മുമുക്ഷുക്കൾക്ക് മുക്തിഹേതുവായിട്ടുള്ളവനും, യോഗികളാൽ നിരന്തരം ചിന്തിക്കപ്പെടുന്നവനും ആയ ആ ഭഗവാന് നമസ്കാരം. പരമമായ ആ പുരുഷൻ എന്ന് പറഞ്ഞാൽ, പരമായ പുരുഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഉള്ളിൽ ദ്രഷ്ടാവായിട്ട് നിൽക്കുന്ന പരമപുരുഷൻ. ആ സബ്ജക്റ്റായിട്ട് നിൽക്കുന്ന സബ്ജക്റ്റായിട്ട് നിൽക്കുന്ന ആ പുരുഷൻ, ആ പുരുഷനേക്കാൾ പരനായവനും, പരമാത്മസ്വരൂപത്തെ ധരിച്ചവനും, മുമുക്ഷുക്കൾക്ക് മുക്തിഹേതുവായിട്ടുള്ളവനും. മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് എന്താണോ ആ മോക്ഷത്തിന് ഹേതുവായിരിക്കുന്നത് അവനും, യോഗികളാൽ നിരന്തരം ചിന്തിക്കപ്പെടുന്നവനുമായ, യോഗികൾ നിരന്തരം ഈ ഭഗവാനെ മനനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ നിരന്തരം ചിന്തിക്കപ്പെടുന്നവരുമായ
ആ ഭഗവാന് നമസ്കാരം. സത്വാദയോ ന സന്തീശേ യത്ര ച പ്രാകൃതാഃ ഗുണാഃ സ ശുദ്ധ സർവശുദ്ധേഭ്യ പുമാനാദ്യ പ്രസീദതു. ആരിലാണോ സത്വാദി ഗുണങ്ങളോ പ്രാകൃതമായ ഗുണങ്ങളോ ഇല്ലാത്തത്, ശുദ്ധന്മാരിൽ വെച്ച് ഏറ്റവും ശുദ്ധനായ ആ പുരുഷൻ ഞങ്ങളിൽ പ്രസാദിച്ചാലും. അതായത് സത്വരജസ്തമോ ഗുണങ്ങൾ അത് പ്രകൃതിയിലെ ഗുണങ്ങളാണ്. അതുകൊണ്ടാണ് അതിനെ ഗുണപ്രകൃതി എന്ന് പറയാം. സാഖ്യ സിദ്ധാന്ത പ്രകാരം പ്രകൃതിയിൽ മൂന്ന് ഗുണങ്ങളുണ്ട്: സത്വം, രജസ്, തമസ്. ഈ ഗുണങ്ങളുടെ സാമ്യാവസ്ഥയാണ് അതിൻ്റെ ഈ പ്രകൃതിയേക്ക് നിലനിൽക്കുന്നത്. അതിന് വൈഷമ്യം സംഭവിച്ചാൽ അത് ഈ ലോകമായി തീരും. അപ്പോൾ ഈ പ്രകൃതിയിലെ മൂന്ന് ഗുണങ്ങളും ആരെയാണോ ബാധിക്കാത്തത്, അതായത് സത്വാദി ഗുണങ്ങളോ പ്രാകൃതമായ ഗുണങ്ങളോ ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ ബാധിക്കാത്തത്, പ്രകൃതിയിലെ സത്വരജസ്തമോ ഗുണങ്ങൾ ആരെയാണോ ബാധിക്കാത്തത്, ശുദ്ധന്മാരിൽ വെച്ച് ഏറ്റവും ശുദ്ധനായിട്ടുള്ള, ഗുണബാധ ഇല്ലാത്തവൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശുദ്ധനായിരിക്കും. അപ്പോൾ ശുദ്ധന്മാരിൽ വെച്ച് ഏറ്റവും ശുദ്ധനായിട്ടുള്ള, ദ പ്യൂറസ്റ്റ് ആയിട്ടുള്ള ആ പുരുഷൻ, ആ ഭഗവാൻ ഞങ്ങളിൽ പ്രസാദിച്ചാലും. കലാ കാഷ്ഠ മുഹൂർത്താദി കാലസൂത്രസ്യ ഗോചരേ യസ്യ ശക്തിർന ശുദ്ധസ്യ സനോ വിഷ്ണു പ്രസീദതു. ഇന്ദ്രിയാദികളിൽ പ്രവർത്തിക്കുന്നതായ കല, കാഷ്ഠ, മുഹൂർത്തം തുടങ്ങിയ കാലം ആരിലാണോ പ്രവർത്തിക്കാൻ ശക്തമല്ലാതായിത്തീരുന്നത്, ആ വിഷ്ണു ഞങ്ങളിൽ പ്രസാദിക്കട്ടെ. അതായത് ഇന്ദ്രിയാദികൾ, നമ്മളൊക്കെ ഇന്ദ്രിയാദികളുടെ വശംവദരാണ്. അങ്ങനെ നമ്മളായിട്ടുള്ള ജീവന്മാരുടെ ഇന്ദ്രിയാദികളിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള കല, കാഷ്ഠ, മുഹൂർത്തം തുടങ്ങിയ കാലത്തിൻ്റെ പലതരത്തിലുള്ള വേരിയേഷൻസാണ്. അഷ്ടാദശ നിമേഷാസ്തു കല, അഷ്ടാദശ നിമേഷാസ്തു കാഷ്ഠ, ത്രിംശത്തു താകല എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഡെഫിനേഷൻസ് ഉണ്ട്. അതായത് 18 നിമേഷങ്ങൾ, 18 തവണ നമ്മൾ കണ്ണടയ്ക്കുന്ന സമയമാണ് ഒരു കാഷ്ഠ. അങ്ങനെ 30 കാഷ്ഠ ചേർന്നതാണ് കല. ഇതൊക്കെ സമയത്തിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള വിഭാഗങ്ങളാണ്. അപ്പോൾ കല, കാഷ്ഠ, മുഹൂർത്തം എന്നൊക്കെ തുടങ്ങി, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂർ, രാവ്, പകല്, ദിവസം, ആഴ്ച, മാസം, വർഷം, അങ്ങനെ തുടങ്ങി ദശാബ്ദം, ശതാബ്ദം, അങ്ങനെ ചെറുതും വലുതുമാക്കാവുന്ന സമയം. ഈ സമയം ആരിലാണോ പ്രവർത്തിക്കാൻ ശക്തമല്ലാതായി തീരുന്നത്, സമയം ഭഗവാനെ ബാധിക്കില്ല. ആരാലാണോ പ്രവർത്തിക്കാൻ ശക്തമല്ലാതായി തീരുന്നത്, ആ വിഷ്ണു ഞങ്ങളിൽ പ്രസാദിക്കട്ടെ. സമയാതീതനായിട്ടുള്ള ആ വിഷ്ണു ഞങ്ങളിൽ പ്രസാദിക്കട്ടെ. പ്രോച്യത്തെ പരമേശോ ഹി യശുദ്ധോപ്യുപചാരതഃ പ്രസീദതു സനോ വിഷ്ണു ആത്മായ സർവദേഹിന. ആരാണോ ശുദ്ധനായിരിക്കുന്നവനായാലും ഉപചാരത്താൽ പരമേശ്വരൻ എന്ന പേരോട് കൂടിയിരിക്കുന്നത്, എല്ലാ ദേഹികളിലും ആത്മഭാവേന ഇരിക്കുന്ന ആ വിഷ്ണു ഞങ്ങളിൽ പ്രസാദിക്കട്ടെ. ഏറ്റവും ശുദ്ധനാണ് എന്നുള്ളത് നേരത്തെ പറഞ്ഞു. ആരാണോ ഏറ്റവും ശുദ്ധനായിരിക്കുന്നവനായാലും ഉപചാരത്താൽ പരമേശ്വരൻ എന്ന പേരോട് കൂടിയിരിക്കുന്നത്. ഉപചാരത്തിൽ നമ്മൾ പറയുമ്പോൾ ഏറ്റവും ശുദ്ധനാണ്, പക്ഷെ ഉപചാരത്തോടുകൂടി പറയുമ്പോൾ ആ വിഷ്ണു പരമേശ്വരനാണ്. പരമേശ്വരൻ എന്നുള്ള വാക്കിന് ഇവിടെ അർത്ഥം പരമാ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി. പരമാ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി, പരമായുടെ ഈശ്വരൻ, ലക്ഷ്മിയുടെ ഈശ്വരൻ വിഷ്ണു. അപ്പം ലക്ഷ്മി, വിഷ്ണു എന്നീ 2 ഭാവങ്ങൾ അവിടെ വന്നു. ഏറ്റവും ശുദ്ധനായിരിക്കുന്നവന് 2 എന്നുള്ള ഭാവം ഉണ്ടാവില്ല.
അത് ഒന്ന് എന്നുള്ള ഭാവത്തോടു കൂടിയിട്ടേ ഇരിക്കുകയുള്ളൂ. സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ശരിയായ ഭാവം അങ്ങനെ ഒന്ന് എന്നുള്ളതാണ്, ശുദ്ധനാണ്. പക്ഷെ ഉപചാരം കൊണ്ട് ചിലർ പറയാറുണ്ട് പരമേശ്വരൻ, ലക്ഷ്മിയുടെ ഈശ്വരൻ എന്ന് പറയാറുണ്ട്. അങ്ങനെ ഇരിക്കുന്നവൻ, അങ്ങനെ കൂടിയിരിക്കുന്നവൻ ആരാണോ എല്ലാ ദേഹികളിലും ആത്മഭാവേന ഇരിക്കുന്നത്, നമ്മൾ ഓരോ വസ്തുക്കളിലും ഞാൻ എന്ന ഭാവത്തോടു കൂടി ഇരിക്കുന്നത്, ആ ഭഗവാൻ ഞങ്ങളിൽ പ്രസാദിക്കട്ടെ. നമ്മളിൽ ഞാൻ എന്ന് പറയുന്ന ഭാവത്തോടു കൂടിയിരിക്കുന്നത് സാക്ഷാൽ ഭഗവാനാണ്. നമ്മൾ പറയില്ലേ, എനിക്കത് ഇഷ്ടമാണ്, എനിക്കത് ഇഷ്ടമല്ല, ഞാനത് ചെയ്തു, ഞാനത് ചെയ്തില്ല. ഈ ഞാൻ എന്ന് പറയുന്ന ഭാവത്തോടു കൂടി ഇരിക്കുന്നത് സാക്ഷാൽ ഭഗവാനാണ്. അങ്ങനെയുള്ള ഭഗവാൻ ഞങ്ങളിൽ പ്രസാദിക്കട്ടെ.